കർണാടകയിലെ ഉടുപ്പിയിലെ മാൽപെ തീരത്ത് നിന്നും 3 കിലോമീറ്റർ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 4 ചെറു ദ്വീപുകളുടെ സമൂഹമാണ് സെന്റ് മേരീസ് ഐലൻഡ്സ്. ജലവും മണ്ണും പാറക്കെട്ടുകളും ചേർന്നൊരുക്കുന്ന അത്ഭുത കാഴ്ചകളുടെ മറ്റൊരു ലോകം തന്നെയാണ് സെന്റ് മേരീസ് ഐലൻഡ്സ്. ശാസ്ത്രപഠനങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മഡഗാസ്കർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കാരണം അത് വേർപിരിഞ്ഞു പോയതായിരിക്കാമെന്നും സിദ്ധാന്തമുണ്ട്. മഡഗാസ്കർ ഇന്ത്യയുമായി ചേർന്ന് നിന്നിരുന്നതിന്റെ ഫലമായി ആ കാലഘട്ടത്തിൽ ഭൂവൽക്കത്തിനടിയിലുള്ള മാഗ്മ ഉപരിതലത്തിലെ അന്തരീക്ഷവുമായി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് സെന്റ് മേരീസ് ദ്വീപുകളിലെ ബസാൾട്ട് രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു. മഡഗാസ്കറിലും ഇത്തരം രൂപപ്പെടലുകൾ കാണാം. അവയും സെന്റ് മേരീസ് പോലെ ഉപ അഗ്നിപർവ്വത പ്രവർത്തനത്താൽ രൂപപ്പെട്ടതാണ്. രണ്ടിടങ്ങളിലെയും പാറക്കൂട്ടങ്ങളും ഭൂപ്രകൃതിയും ഏകദേശം ഒരുപോലെയാണ് കാണപ്പെടുന്നത്. സെന്റ് മേരീസ് ദ്വീപുകളിൽ സ്തംഭമായി തലയുയർത്തി നിൽക്കുന്ന ബസാൾട്ടിക് ശിലാരൂപങ്ങൾ വളരെ ആകർഷകവും സവിശേഷകരവുമായി നിലകൊള്ളുന്നു. വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടകേന്ദ്രമായി സെന്റ് മേരീസ് ഐലൻഡ്സ് മാറാനുള്ള കാരണവും ഇവിടുത്തെ പറഞ്ഞറിയിക്കാനാവാത്ത മനോഹാരിത തന്നെ. തെങ്ങദ്വീപ് എന്നും അറിയപ്പെടുന്ന സെന്റ് മേരീസ് ഐലൻഡ്സ് കർണാടകയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. മാത്രമല്ല, കർണാടക സംസ്ഥാനത്തിലെ 4 ജിയോളജിക്കൽ മോണ്യുമെന്റുകളിൽ ഒന്നാണ് സെന്റ് മേരീസ് ദ്വീപുകൾ. ഇന്ത്യയിലെ 26 ജിയോളജിക്കൽ മോണ്യുമെന്റുകളിൽ ഒന്നായി 2001 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ തന്നെ പ്രധാന ജിയോ ടൂറിസം കേന്ദ്രമാണ് സെന്റ് മേരീസ് ഐലൻഡ്സ്. ഉടുപ്പിയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരത്താണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഉടുപ്പിയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഉടുപ്പിയിൽ നിന്ന് ബസ്സിലോ ടാക്സിയിലോ സ്വന്തം വാഹനത്തിലോ മാൽപെ ബീച്ചിലേക്ക് പോകാം. ജനവാസ കേന്ദ്രമല്ലാത്തതിനാൽ സെന്റ് മേരീസ് ഐലൻഡിൽ താമസ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഉടുപ്പിയിലോ മറ്റോ താമസം ഏർപ്പെടുത്തേണ്ടി വരും. ദിനംപ്രതി ഒട്ടനവധി വിനോദസഞ്ചാരികളാണ് ദ്വീപുകൾ സന്ദർശിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്ത് ചില പ്രത്യേക സമയക്രമങ്ങളിൽ പ്രവർത്തിക്കുന്ന ബോട്ടോ ഫെറിയോ മാത്രമാണ് കരയിൽ നിന്ന് ദ്വീപിലേക്ക് പോകാനുള്ള ഏക മാർഗം. മാൽപെയിലെ ഫിഷിംഗ് ഹാർബറിൽ നിന്നും മാൽപെ ബീച്ചിൽ നിന്നുമായി ദ്വീപിലേക്ക് 2 വഴികളുണ്ട്. ദ്വീപിലേക്കുള്ള ഫെറികൾ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ പ്രവർത്തിക്കുന്നു. കുറഞ്ഞത് 30 പേരെങ്കിലും ഉള്ളപ്പോൾ മാത്രമേ ഫെറികൾ പുറപ്പെടുകയുള്ളൂ. മുതിർന്നവർക്ക് ഏകദേശം 250 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ബോട്ടിലാണെങ്കിൽ 12ഓളം യാത്രക്കാർക്ക് സഞ്ചരിക്കാം. 300 രൂപയാണ് ഏകദേശ നിരക്ക്. ദ്വീപിലേക്കുള്ള വഴിയിലും തിരിച്ചുമുള്ള യാത്രയിൽ കടൽക്കാക്കകളെയും ഡോൾഫിനുകളെയും കാണാൻ കഴിയുമെന്ന് ചില സഞ്ചാരികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ യാത്ര വളരെ രസകരമാകുന്നു. ദ്വീപിലേക്കുള്ള യാത്ര വൈകുന്നേരമാണെങ്കിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അതിമനോഹരമായ സൂര്യാസ്തമനത്തിന് സാക്ഷിയാവാനും നമുക്ക് സാധിക്കുന്നു. ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് സെന്റ് മേരീസ് ദ്വീപ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് കാലാവസ്ഥ വളരെ സുഖകരമായിരിക്കും. ദ്വീപിന്റെ തീരങ്ങളിൽ അലസമായി നടക്കുവാനും ആസ്വദിച്ചിരിക്കുവാനും പറ്റിയ മാസങ്ങളാണിത്. വേനൽക്കാലത്തും ദ്വീപ് സന്ദർശിക്കുന്നവരുണ്ട്. ഈ സമയങ്ങളിൽ പ്രദേശം വളരെ ചൂടുള്ളതും അസുഖകരവുമായിരിക്കും. എങ്കിലും സൺസ്ക്രീൻ ലോഷൻ, തൊപ്പി, സൺഗ്ലാസുകൾ, ധാരാളം കുടിവെള്ളം എന്നിവ നിർബന്ധമായും കരുതേണ്ടതാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ പോലെയുള്ള ബീച്ചിന് അനുയോജ്യമായ പാദരക്ഷകളാണ് ധരിക്കുന്നതെന്നും സ്നീക്കറുകളോ മറ്റ് ഫാൻസി പാദരക്ഷകളോ ഉപയോഗിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തുക. കടൽ അപകടകരമാംവിധം പ്രക്ഷുബ്ധമായതിനാൽ മഴക്കാലത്ത് ദ്വീപ് സന്ദർശിക്കുന്നത് അഭികാമ്യമല്ലാത്തതുകൊണ്ട് ഈ സമയങ്ങളിൽ ദ്വീപിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ദ്വീപ് സന്ദർശിക്കുന്നവർ ഏറ്റവും അധികം നേരിടുന്ന ചില അപകടകരമായ അവസ്ഥകളുണ്ട്. വലിയ പാറക്കെട്ടുകളിലൂടെയുള്ള യാത്ര വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അത് അപകടത്തിനിടയുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും സന്ദർശനം ഉല്ലാസപ്രദമാക്കാൻ നിരവധി കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടിവിടെ. നീന്താൻ ആഗ്രഹിക്കുന്നവർക്കായി ദ്വീപിൽ പ്രത്യേകമായ ഒരു ഭാഗമുണ്ട്. അപകടങ്ങൾ തടയുന്നതിനായി ലൈഫ് ഗാർഡുകൾ സദാനേരവും സന്നദ്ധരായി നിലകൊള്ളുന്നു.
തികച്ചും പ്രകൃതിയുടെ നിർമ്മിതിയായ സെന്റ് മേരീസ് ദ്വീപുകൾ നമുക്കായി ഒരുക്കുന്നത് കാഴ്ചകളുടെ മറ്റൊരു ലോകം തന്നെയാണ്. എത്ര കണ്ടാലും മതിവരാത്തതാണ് ഓരോ ദൃശ്യവൈവിധ്യങ്ങളും. കല്ലും മണ്ണും വെള്ളവും ചേരുംപടി ചേർന്ന അത്ഭുത കാഴ്ചകൾ. അതെ, സെന്റ് മേരീസ് ഐലൻഡ്സ് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്.